നമ്മൾ നിരന്തരം മനുഷ്യരെ കേൾക്കാനുള്ള ഒരവയവമല്ല ചെവി, സർവ്വതിനെയും കേൾക്കാനുള്ള അവയവമാണ്. ഇനി പറയാൻ ബാക്കിയുള്ളത് മൗനത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു. അതും കൂടെ പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഇവിടെ ഒരു പകുതിക്ക് വെച്ച് നിർത്തിയ പോലെ തോന്നുന്നുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് ഷബീല, ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, അറിയാം, സ്നേഹാന്വേഷണങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഷബീലയാണ് ആദ്യമായിട്ട് മൗനത്തെക്കുറിച്ച് എൻ്റെ ചിന്തയിലേക്ക് അതിൻ്റെ ഒരു വിത്ത് പാകിയത്. അപ്പം ഷബീലയുടെ അനുഭവങ്ങൾ അത്രയ്ക്ക് എന്തായിട്ട് പറയുമ്പോൾ നമുക്ക് അന്നേരമാണ് മൗനം ഇത്രയും മഹത്തായൊരു കാര്യമാണെന്ന് മനസ്സിലായത്. അപ്പം ആ ഒരു റൂമിയെക്കുറിച്ചും മനശീലത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് മൗനം കൂടി ഒന്ന് പറഞ്ഞിട്ട് അതും കൂടെ കേട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടുതലുണ്ടാവും. അത് കൊള്ളാം. ഞാൻ ചോദിച്ചാൽ മാത്രം പറയുന്ന ഒരു കാര്യമാണത്. ഞാൻ 12 വർഷമായിട്ട് കാലടിയിലൊരു സമീക്ഷ എന്ന് പറഞ്ഞിട്ടൊരു ഇടമുണ്ട്, ഒരു ആശ്രമം. നദിയുടെ തീരത്ത് ധാരാളം വൃക്ഷങ്ങളൊക്കെ ഉള്ള കാട് പോലെയുള്ള ഒരു സ്ഥലം. അവിടെ ഒരു ലാറി ബേക്കർ സ്റ്റൈലാണ് അവിടെ ബിൽഡിങ്ങുകൾ. ജസ്യൂട്ട് അച്ഛന്മാരുടെ ഒരു സ്ഥാപനമാണ്. അതൊരു ഇന്റർ റിലീജിയസ് സ്റ്റഡി സെൻ്ററാണ്. അവിടെ ഒരു മതത്തിൻ്റെ സിമ്പിളില്ല, കുരിശുമില്ല. ഉള്ളത് മുഴുവൻ ലോകത്തിലെ എല്ലാ റിലീജിയൻ്റെയും ആശയങ്ങളുടെയും സിമ്പിൾസ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളോട് കയറി ചെല്ലുമ്പോൾ അത് ഏതെങ്കിലും ഒരു റിലീജിയനെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അതെല്ലാ മനുഷ്യരെയും റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുന്ന ഒരിടമാണ്. ആ ഒരിടത്തിലാണ് ഞാൻ കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട് സൈലൻസ് റിട്രീറ്റ് വെക്കാറുണ്ട്. 5 ദിവസം. ഇനി അടുത്തത് നടക്കാൻ പോകുന്നത് മറ്റന്നാളാണ്, 24 മുതൽ 28 വരെ. അത് ഞാൻ തുടങ്ങാൻ കാരണം, ഞാനൊരു 10 വർഷം മുമ്പ് നിരന്തരം നടന്നിങ്ങനെ ക്ലാസ്സുകളെടുത്ത് ഇങ്ങനെ ക്ഷീണിച്ച ഒരു സമയത്ത് കുറച്ച് ദിവസം ഒന്ന് മാറിയിരിക്കാൻ തോന്നി. അപ്പൊ സമീക്ഷയിൽ എനിക്ക് പരിചയമുണ്ട്. അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എത്ര ദിവസം വേണമെങ്കിലും വന്ന് താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ ഫേസ്ബുക്കിൽ ഞാനിനി കുറച്ച് ദിവസം ഉണ്ടാവില്ല, ഫോൺ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കും, 5 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാനിങ്ങനെ സമീക്ഷ ആശ്രമത്തിലാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആ ഡേറ്റ് ഇട്ടപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, അല്ല നിങ്ങൾ സൈലൻസിൽ ഇരിക്കാൻ പോകുന്നത് ഞങ്ങളും സൈലൻസിൽ ഇരിക്കാൻ പറ്റട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു 12 പേര് വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ, പക്ഷേ നമ്മൾ ചർച്ചയും പരിപാടിയൊന്നും ഉണ്ടാവില്ല, കാരണം എനിക്കൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മനുഷ്യന്, ഞാൻ എന്നിട്ടൊരു 3 ദിവസം താമസിച്ചു. അന്ന് ഞങ്ങളെല്ലാവരും കൂടിയാണ് അവിടെ കഴിഞ്ഞത്. മനുഷ്യനെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ 2 പ്രശ്നങ്ങൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, നമ്മളുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന 2 ഇന്ദ്രിയങ്ങൾ, ഒന്ന് നാക്കും 2 ചെവിയുമാണ്. ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അത് ഏറ്റവും വലിയ ഒരു സങ്കടം എന്ന് പറയുന്നത് അത് മനുഷ്യനെ മാത്രം കൂടുതൽ കേൾക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നിരന്തരം മനുഷ്യരെ കേൾക്കാനുള്ള ഒരവയവമല്ല ചെവി, സർവ്വതിനെയും കേൾക്കാനുള്ള അവയവമാണ്. ഒരു ഇലനങ്ങുന്നതും പക്ഷികളുടെ കൂജനവും നക്ഷത്രങ്ങളെപ്പോലും ഞാനൊരിക്കൽ ഒരു റോമിയുടെ ഒരു കവിത വായിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങൾ മിന്നുമ്പോൾ അത് വെറും ഒരു കാഴ്ചയല്ല, അത് കേൾവി കൂടിയാണ്. പക്ഷേ മനുഷ്യരെ മാത്രം കേട്ട് ശീലിച്ച നമുക്ക് നക്ഷത്രത്തെ കേൾക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി എന്ന്. കാരണം നമ്മുടെ സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ സൈലൻസ് റിട്രീറ്റിന് വരുമ്പോൾ എല്ലാവരോടും പറയാറ് 2 കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ്. ഈ 5 ദിവസം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളെ നമ്മൾ തൽക്കാലം വേണ്ടെന്ന് വെക്കുന്നു. വേറെ ഒന്നുമില്ല. അവിടെ ധ്യാനിക്കലില്ല, പ്രാർത്ഥിക്കലില്ല, ഒന്നുമില്ല. ഒരുമിച്ച് ഹാളിൽ വന്നിരിക്കും, ആ 7 സമയം ഒരുമിച്ച് വന്നിരിക്കും. 2 കാര്യങ്ങൾ ചെയ്യരുത്. ഒന്ന്, മനുഷ്യരോട് സംസാരിക്കരുത്. നിങ്ങൾക്ക് വൃക്ഷങ്ങളോട് പോയി സംസാരിക്കാം, മിണ്ടാതിരിക്കണം എന്നില്ല, മനുഷ്യരോട് മിണ്ടരുത്. 2, മനുഷ്യരെ കേൾക്കരുത്. നിങ്ങൾ ഇവിടെയുള്ള മനുഷ്യരെ കേൾക്കരുത്. അപ്പോൾ 3 ദിവസം കഴിയുമ്പോൾ
ഒരു പുതിയ ഫാക്കൽറ്റി, നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ഉപയോഗിക്കാതെ അടച്ചു വെച്ചിരുന്ന കുറേ വാതിലുകൾ തുറക്കും. നമ്മൾ ചുറ്റുപാട് കാണാൻ തുടങ്ങും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൂടുതൽ സജീവമാവാൻ തുടങ്ങും. ഒരു ഇല വീഴുന്നതൊക്കെ നമ്മൾ കാണാനും കേൾക്കാനും തുടങ്ങും. ഒരു ചെടിയിലെ വൈവിധ്യമുള്ള ഇലകൾ, മണം, ചീവീടുകൾ, സർവ്വപക്ഷികളും. അപ്പോൾ ഇന്ദ്രിയങ്ങളെ അടക്കി വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. മനുഷ്യരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് മാത്രം വിശ്രമം കൊടുക്കുമ്പോൾ ബാക്കി എല്ലാമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ശരീരം നമ്മൾ ആദ്യമായിട്ട് അനുഭവിക്കാൻ തുടങ്ങും. അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മിണ്ടാതിരിക്കുക, മനുഷ്യരെ കേൾക്കാതിരിക്കുക എന്ന് പറയുന്നത് പ്രഷർ കുക്കറിൻ്റെ മുകളിൽ വെയിറ്റ് വെക്കുന്ന പോലെ ആയിരിക്കും. ആദ്യത്തെ ദിവസങ്ങൾ സഹിക്കാൻ പറ്റില്ല. പക്ഷേ ഈ വെയിറ്റ് വെച്ചാലേ അരി വേവുള്ളൂ. അതായത് നമ്മളുടെ ഉള്ളിൽ വേവാതെ കിടക്കുന്ന സെൻസിറ്റിവിറ്റി നഷ്ടപ്പെട്ട ഇടങ്ങളൊക്കെ വെന്ത് തുറക്കണമെങ്കിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിച്ച് ക്ഷീണിപ്പിച്ച നമ്മുടെ 2 ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കുക. അപ്പോൾ ഈ ദിവസങ്ങൾ അവിടെ കഴിയും. അതിൽ പങ്കെടുക്കാൻ വരുന്നവരൊക്കെ അത്യാവശ്യം പുസ്തകം വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. മിണ്ടാതിരിക്കാനൊക്കെ ഇപ്പോൾ എന്ത്, നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് വരിക. വിവരം അറിയും. ഇരുന്ന് നോക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കും. കാരണം നമുക്ക് ഒരാളെ കണ്ട് മിണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ ശീലിച്ചിട്ടില്ല. എന്നിട്ട് 5 ദിവസം സൈലൻസ് റിട്രീറ്റിൽ പൈസയും കൊടുത്തിരിക്കാൻ വന്നവർ കള്ളത്തരത്തിൽ വർത്താനം പറയാൻ തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കണം, ആരെയാണ് ഈ പറ്റി. അതായത് ഈ 5 ദിവസത്തെ ലീവ് കിട്ടണമെങ്കിൽ എത്ര കഷ്ടപ്പെടണം എന്നറിയോ. ഒക്കെ ജോലി ചെയ്യുന്നവരാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് 5 ദിവസത്തെ ലീവൊക്കെ ഉണ്ടാക്കി പൈസയും കൊടുക്കണം അവിടെ താമസിക്കണമെങ്കിലും കാര്യങ്ങൾക്കും. ഇതൊക്കെ ചെയ്ത് വരുന്നത് മൗനപൂർവ്വം പ്രാക്ടീസ് ചെയ്യാനാണ്. ആരും പറഞ്ഞിട്ടല്ല, അവരവരുടെ ഡിസിഷനാണ് വരാൻ. എന്നിട്ട് അവിടെ വന്നിട്ട് ആരെങ്കിലുമൊക്കെ പോയിട്ട് ഒളിച്ചു പോയിരുന്ന് വർത്താനം പറയും. അപ്പോൾ ഞാൻ പറയും, എന്തിനാ കഷ്ടപ്പെടുന്നത്, ഇത് വേണ്ടാന്ന് വെച്ചൂടെ. ഒരാളെന്നോട് വന്ന് ചോദിച്ചത്, നിങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ ആളല്ലേ, പിന്നെ ഈ സൈലൻസ് റിട്രീറ്റ് വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ പറയുന്നത് ശരിയാണോ? അപ്പോൾ നിങ്ങളെ ഒന്നുകൂടി പറഞ്ഞ് ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പറയണത് ചെറിയ ആൾക്കാരൊന്നും അല്ല കേട്ടോ, നല്ല ചിന്തി. നിങ്ങളിപ്പോൾ പറഞ്ഞത് എന്താണ്? നിങ്ങൾ സ്വാതന്ത്ര്യം പറയുന്ന ആളല്ലേ, നിങ്ങൾ സൈലൻസ് റിട്രീറ്റ് വെച്ചിട്ട് മിണ്ടാതിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത് ശരിയാണോ എന്ന്. സൈലൻസ് റിട്രീറ്റ് വെച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പ്രഭാഷണ ക്ലാസ് വെച്ചിട്ട് ആരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ആദ്യം പറയുന്നത് ഇതൊരു സൈലൻസ് റിട്രീറ്റാണ്. 5 ദിവസം നമ്മൾ മിണ്ടാതിരിക്കുന്നു, വിശ്രമം എന്നത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയും. നിങ്ങളതൊക്കെ വായിച്ചിട്ടല്ലേ, പൈസയും തന്നിട്ട് വന്നിരിക്കുകയല്ലേ. എന്നിട്ട് ഇവിടെ വന്നിട്ട് മിണ്ടാതിരിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം വിഡ്ഢികളാണ് നമ്മൾ. ആ പറയണ വാക്കിൽ തന്നെയുള്ള വൈരുദ്ധ്യം പോലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കുന്ന ജീവിയല്ല എന്നുള്ളതിൻ്റെ ലക്ഷണം. 3 ദിവസം കഴിഞ്ഞാൽ 3 ദിവസം മരണതുല്യമായിരിക്കും. നമ്മൾ എത്രമാത്രമാണ് നമ്മുടെ ശീലങ്ങൾക്ക് അടിമയായിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ 2 ദിവസം മതി. മിണ്ടാതെയും മനുഷ്യരെ കേൾക്കാതെ ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. പക്ഷെ 3-ാമത്തെ ദിവസം മുതൽ നമ്മൾ നോർമൽ. പക്ഷേ ഇങ്ങനെ ചിന്തകളും അസ്വസ്ഥതകളും ശരീരത്തിലും മനസ്സിലും ഒക്കെ കുമിഞ്ഞുകൂടി വരും. പക്ഷെ നമ്മളൊന്നും ഇടപെടരുത്. ഈ 2 കാര്യം ചെയ്യാതിരിക്കുക. ചിന്തകളെ അടക്കുക. ചിന്തകളൊക്കെ മനുഷ്യരിലുണ്ടായത് ഭാഗ്യം കൊണ്ടാണ്. അതുകൊണ്ട് ചിന്തകൾ അടക്കുന്നതോ ചിന്തയില്ലാതിരിക്കുന്നതോ ഒന്നും മഹത്തായ അവസ്ഥയൊന്നുമല്ല. ഒരു ചിന്ത ഉണ്ടായി വരാൻ എത്ര കോടി വർഷം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് എന്നറിയോ. അതുകൊണ്ട് ചിന്തയില്ലാതിരിക്കലല്ല, അതൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം. ഈ 2 ഇന്ദ്രിയങ്ങളെ അടക്കി, ഈ 2 ഇന്ദ്രിയങ്ങളിൽ മാത്രം മൗനം പരിശീലിച്ചാലേ നമുക്ക് പ്രകൃതിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫാക്കൽറ്റി. ഇപ്പോൾ നമ്മൾ ഈ ചെടി ഇപ്പോൾ കാണുന്ന പോലെയല്ല 2 ദിവസം മിണ്ടാതിരുന്ന് വന്ന് കാണുമ്പോൾ ഓരോ ഇലയും നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. ഈ ഓരോ ഇലയ്ക്കും കളറിൽ വ്യത്യാസമുള്ളത് നമ്മൾ അനുഭവിക്കും, ഗന്ധം അനുഭവിക്കും. മനുഷ്യരല്ലാത്ത ജീവികളായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ബോഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അനുഭവിക്കും. ഏറ്റവും വലിയ അത്ഭുതം, ഈ പരസ്പരം വർത്തമാനം പറയാതെ കേൾക്കാതെ കഴിഞ്ഞ 5 ദിവസം കഴിഞ്ഞ ആളുകൾ 5-ാമത്തെ ദിവസം യാത്ര പറയുമ്പോൾ 100 വർഷത്തിലധികം നിരന്തരം വർത്തമാനം പറഞ്ഞവരെ പോലെ പരിചിതരായി മാറിയിട്ടുണ്ടാവും. ഒരു ഡീപ്പായിട്ടുള്ളൊരു ബോണ്ട് ആ ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് വർത്തമാനം പറഞ്ഞാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നാണ്. അല്ല,
വെറുതെ മിണ്ടാതെ അടുത്തടുത്ത് കുറച്ച് നേരം ഇരുന്നാൽ ആഴത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഇടങ്ങൾ നമ്മളുടെ ബോധത്തിലുണ്ടെന്ന് തിരിച്ചറിയും. ഇപ്പം നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള അനന്തമായ സാധ്യതകളുള്ള ഒരു ഉപകരണമാണ്. പക്ഷെ അത് മനുഷ്യരായിട്ട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ക്ഷീണം ബാധിച്ചിരിക്കുന്ന ഒരു അവയവമാണ്. നമുക്കറിയോ, മനുഷ്യൻ്റെ സ്നേഹം കുറച്ച് മതി. ഞാൻ പലയിടത്തും പറയുന്നൊരു കാര്യം, നമുക്ക് മനുഷ്യരുടെ സ്നേഹം അധികം വേണ്ട, കുറച്ച് മതി. ബാക്കിയൊക്കെ വേണ്ടത് മറ്റു പലതിൽ നിന്നുമാണ്. പക്ഷെ നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യനായിട്ട് മാത്രം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ നിർവചിച്ച് വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ പൂവിൽ നിന്നും ആകാശത്തു നിന്നും നക്ഷത്രവും പ്രകൃതിയും പുഴയും കാടും മലയും കവിതയും സംഗീതവും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രം ഫുൾഫില്ലാവുന്ന ഒരുപാട് ഫാക്കൽറ്റികൾ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അതൊന്നും മനുഷ്യൻ്റെ സ്നേഹത്തിന് ഫുൾഫിൽ ചെയ്ത് തരാൻ പറ്റില്ല. മനുഷ്യൻ്റെ സ്നേഹത്തിന് നമ്മുടെ ബ്രെയിനിലെ കുറച്ച് ഇടങ്ങളെ മാത്രമേ സജീവമാക്കാൻ പറ്റൂ. വീട്ടിലൊരു പൂച്ച ഉണ്ടെങ്കിൽ ആ പൂച്ചനെ തലോടിയാൽ കിട്ടുന്നത് മനുഷ്യൻ തലോടിയാലും മനുഷ്യനെ തലോടിയാലും കിട്ടില്ല. ഒരു ചെടിക്ക് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ ചെടിക്കിങ്ങനെ ഹൃദ്യമായിട്ട് വെള്ളമൊഴിച്ച് ആ ചെടി വളർന്നു വരുന്നത് കണ്ട് ആസ്വദിക്കുന്നത് ഒരു മനുഷ്യനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ കിട്ടില്ല. ആകാശത്ത് നക്ഷത്രങ്ങളെ നോക്കി മലർന്നു കിടക്കുമ്പോൾ കിട്ടേണ്ടതുണ്ട്, സംഗീതത്തിലൂടെ കിട്ടേണ്ടതുണ്ട്. ഇങ്ങനെ മറ്റ് അനേകം ഫാക്കൽറ്റികളുണ്ട്. ഇതൊക്കെ ഡെഡായി കിടക്കുകയാണ്, നമ്മൾ മനുഷ്യരിൽ മാത്രം ഉടക്കിപ്പോയതുകൊണ്ട്. അപ്പം മനുഷ്യനും തമ്മിൽ മാത്രമല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ ഈ പൂച്ചയും നായയും ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പോൾ ഒരു പൂച്ച അതിൻ്റെ കുട്ടികളായിട്ട് കുറച്ച് സമയമൊക്കെ ചിലവഴിക്കും. കുറച്ച് നേരം കഴിഞ്ഞാൽ അമ്മേനെ കാണില്ല. ഒരു സമയം കഴിഞ്ഞാൽ എല്ലാ പൂച്ചക്കുഞ്ഞുങ്ങളും വേറെ വേറെ ആവും. കുറച്ച് സമയം മാത്രമേ നമുക്ക് അമ്മയെയും കുട്ടികളെ ഒരുമിച്ച് കാണാൻ പറ്റൂ ഏത് ജീവിയിലും. ഈ മനുഷ്യൻ മാത്രം എന്തിനാണ് ഇതിങ്ങനെ വട്ടം പിടിച്ച് മരണം വരെ ജീവിക്കുന്നത്? ഇടയ്ക്ക് ശ്വസിക്കാനൊരു ഇടം വേണ്ടേ മനുഷ്യർക്കിടയിൽ? നമുക്ക് മനുഷ്യർക്കിടയിൽ ഇടമില്ല. ഈ സ്നേഹം എന്ന് പറയുന്നത് ഈ മനുഷ്യനെ മാത്രം കുറിച്ച് ചിന്തിക്കലാണെന്നാണ്. മനുഷ്യ കേന്ദ്രീകൃതമായി പോയ നമ്മളുടെ ശീലത്തെ വിടർത്തി പ്രകൃതി കേന്ദ്രീകൃതവും പ്രപഞ്ച കേന്ദ്രീകൃതവുമാക്കി മാറ്റാൻ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് നാക്കിനെയും ചെവിയെയും മനുഷ്യനിൽ നിന്ന് തിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനെയാണ് ഞാൻ സൈലൻസ് എന്ന് പറയുന്നത്. നമസ്കാരം.